ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ത്രയോട്ടിനെ എഴുത്തിനിരുത്താൻ കൊണ്ടുപോവാണ്. അപ്പോൾ നമ്മൾ എഴുത്തിനിരുത്തിയതാണ് മൂകാംബികയിൽ. നമ്മുടെ ഇവിടെ ഒരു അമ്പലമുണ്ട്, തിരുവള്ളക്കാവ് അമ്പലം. അപ്പോൾ ക്ഷേത്രത്തിൽ എഴുത്തിനിരുത്തുന്ന കുറേ നാളായി വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എഴുത്തിനിരുത്താൻ കൊണ്ടുപോവാണ്. അപ്പോൾ നമുക്ക് തൈക്കാട്ടുശ്ശേരി വഴി സുഖമായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ വഴിക്കാണ് പോണത്. അത് തൈക്കാട്ടുശ്ശേരി റെയിൽവേ ക്രോസാണ്. നല്ല രസമാണ് കേട്ടോ അവിടെ കാണാൻ. ഇവിടെ ലെഫ്റ്റ് സൈഡിലൊരു അമ്പലമുണ്ട്. ഞാനിതുവരെ പോയിട്ടില്ല, പക്ഷെ നല്ല രസമാണ് അമ്പലം കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിതേ അമ്പലത്തിലെത്തി. ചെറിയ മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. അതേ ഞാൻ വീഡിയോ എടുക്കണുണ്ട്. അപ്പോൾ ചെക്കൻ അലമ്പാണ്. അപ്പോൾ ഇതേ വീഡിയോ എടുക്കണ്ടെന്ന് തിരിഞ്ഞിക്കാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു. അങ്ങനെ അവിടെ ചെന്ന് കൗണ്ടറിൽ നമ്മൾ റെസീറ്റൊക്കെ എടുത്തു. 350 രൂപയാണ് നമുക്ക് വന്നത് റെസീറ്റ് എടുക്കാൻ. അപ്പോൾ നമ്മൾ റെസീറ്റൊക്കെ എടുത്ത് വഴിപാടൊക്കെ എഴുതിച്ച് അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു. ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫ്രണ്ടിൽ എള്ളുതിരി കത്തിക്കാനുണ്ടായിരുന്നു. എള്ളുതിരി കത്തിക്കുക, അതുപോലെ തന്നെ ആ റെസീറ്റിൽ നമുക്ക് കുട്ടികൾക്ക് നാരായം വയ്ക്കും. അങ്ങനെ കുറച്ച് വഴിപാടുകളുണ്ട് നമ്മൾ എഴുത്തിനിരുത്തുന്ന ആ ഒരു റെസീറ്റിൽ. അപ്പോൾ നമ്മളവിടെ ചെന്ന് എള്ളുതിരി കത്തിച്ചു, നാരായം എടുത്ത് വെച്ചു, പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ നമ്മൾ തൊഴുതു. ഉള്ളിൽ തൊഴുതിന് ശേഷമാണ് നമ്മൾ എഴുത്തിനിരുത്തണ മണ്ഡപത്തിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ വന്നപ്പോൾ അവിടെ വലിയ തിരക്കൊന്നുമില്ല. ഞായറാഴ്ച ആണെങ്കിൽ തിരക്കുണ്ടായേനെ. നമ്മൾ 1-2 പേരുണ്ടായിരുന്നുള്ളൂ. നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇത്രയാണെങ്കിൽ ഉള്ളിൽ മേൽശാന്തി ഒരു 2 പെൻസിൽ പൂജിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടേണ്ട സന്തോഷത്തിലാണ് ആൾ. പെൻസിൽ കിട്ടേണ്ട ഒരു സന്തോഷത്തിലാണ്. അപ്പോൾ അവിടുത്തെ ഒരു ഉണ്ണിയെ ഓൾറെഡി എഴുത്തിനിരുത്തുന്നുണ്ട് ഉണ്ണീനെ. അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് നമ്മൾ ഇരിക്കും. അങ്ങനെ എൻ്റെ മടിയിലിരുത്തി ആൾക്ക് ദക്ഷിണയൊക്കെ കൊടുത്ത് നമ്മൾ എഴുത്തിനിരുത്തി. അപ്പോൾ അന്ന് മൂകാംബികയിലൊക്കെ പോയപ്പോൾ ഭയങ്കര അലമ്പായിരുന്നു. എഴുത്തിനിരുത്താൻ സമ്മതിക്കാണ്ട് എഴുതില്ല എന്നൊക്കെ പറഞ്ഞ്, എഴുതില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഭയങ്കര വാശിയൊക്കെ ആയിരുന്നു. ഇന്ന് വലിയ അലമ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ച് വാശി പിടിക്കുന്ന, പക്ഷെ വാശിയൊന്നും പിടിച്ചില്ല. ആളിപ്പോൾ ഇത്തിരി നല്ല ഉഷാറായി തുടങ്ങിയപ്പോൾ ആൾക്ക് കുഴപ്പമില്ല. ആൾ എഴുതുന്നുണ്ടായിരുന്നു. പിന്നെ കാലങ്ങനെ വെച്ചിരിക്കണ കാരണം ആൾക്ക് ചെറിയ കാല് കഴിച്ചിട്ട് എന്താണെന്നറിയില്ല, കയറി ഇറങ്ങിയൊക്കെ ഇരിക്കണ്ടായിരുന്നു. ആൾ പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു ലക്ഷണങ്ങളും, പക്ഷെ അതൊന്നും പറയണ്ടായിരുന്നില്ല. ആൾ വേറെ എന്തൊക്കെയോ ചിന്തയിലൊക്കെ ആയിരുന്നു. കുറച്ചൊക്കെ പറയും, കുറച്ചൊന്നും പറയില്ല. അങ്ങനെ ഞങ്ങൾ അല്ലാതെ എഴുതി. പിന്നെ ഇവിടുന്ന് എഴുതി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് അരി ഒരു കവറുണ്ട്, ആ കവറിലിട്ട് നമുക്ക് തരും. അത് നമ്മൾ 2 ദിവസം കൂടിയും വീട്ടിൽ കൊണ്ടുപോയിട്ട് എഴുതിപ്പിച്ചിട്ട് നമ്മൾ അത് കുറച്ച് അരിയും കൂടി നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ട് നമ്മളത് പായസം വെച്ച് കൊടുക്കണമെന്ന് പറയും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് അരി കവറിലാക്കി തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അതും കൊണ്ടുവന്ന് വീട്ടിൽ 2 ദിവസം എഴുതിയിട്ടോ. അങ്ങനെ നമ്മളവിടെ നിന്ന് തൊട്ടപ്പുറത്ത് തന്നെ സരസ്വതിയുടെ ഒരു ഇതുണ്ട്. അപ്പോൾ നമ്മൾ അവിടെയും കൂടി തൊഴുതു. ഒരുപാട് ഫോട്ടോസൊക്കെ ഇരിക്കുന്നുണ്ട്, കുട്ടികൾ വരച്ചതും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് സരസ്വതിയുടെ ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ തൊഴുത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്താണെങ്കിൽ നല്ല മഴയാണ്. അപ്പോൾ ട്രെയിന് കോട്ട് ഉണ്ടായിരുന്നില്ലേ. ഇപ്പോൾ നമ്മൾ കോട്ട് മേടിച്ചു ട്രെയിന്. അപ്പോൾ അത് തന്നെ നമുക്ക് സുഖമായിട്ട് പോവാം. കോട്ട് കിട്ടിയ ഭയങ്കര സന്തോഷമാണ്, കോട്ട് കിട്ടിയതിൻ്റെ അപ്പോൾ അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. പെൻസിലാണെങ്കിൽ നിലത്ത് വയ്ക്കണില്ല, ആർക്കും കൊടുക്കണില്ല. അത് വെറുതെ നാശാക്കി കളയുള്ളൂ, അല്ലാണ്ട് അതിൻ്റെ ഉപയോഗം അറിഞ്ഞിട്ടൊന്നുമല്ല. എന്തോ വലിയ സംഭവം കിട്ടിയ പോലെയാണ്. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇതേ ചെരുപ്പിൻ്റെ ഉള്ളിൽ വെള്ളമൊക്കെ കളഞ്ഞ ആൾ ചെരുപ്പിട്ടു. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക.